സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമർ 5:8 ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. റോമർ 5:8 ക്രമേണ എനിക്ക് വേണ്ടി മരിച്ചതിലൂടെ ദൈവം തൻ്റെ സ്നേഹത്തെ തെളിയിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കി. നമ്മുടെ പാപാവസ്ഥ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയപ്പോൾ നമുക്ക് പകരമായും മരിക്കുന്നതിനായി യേശുവിനെ നമുക്ക് നൽകിക്കൊണ്ട് അവൻ നമ്മുടെ അടുത്തേക്ക് വന്നു. റോമർ 5:10 2:2 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇക്കാലത്ത് നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുകയും അവനോടൊപ്പം നിത്യവാസനായി നോക്കി പാർപ്പാൻ നമുക്ക് കഴിയും. ദൈവത്തിൻ്റെ സ്നേഹത്തെ യഥാർത്ഥമായി വിശ്വസിപ്പാൻ കഴിയുമോ എന്ന സംശയം നമ്മൾ വീഴുമ്പോഴും ക്രൂശിൽ ക്രിസ്തു നമുക്കായി നിർവഹിച്ചതിനെ നമുക്ക് ഓർക്കാം. അവൻ വിശ്വസ്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ സ്നേഹ വാഗ്ദത്തത്തെ നമുക്ക് വിശ്വസിക്കാം. ദൈവസ്നേഹത്തെ വിശ്വസിപ്പാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന അറിവിനെ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരണത്തെ മാറ്റാൻ കഴിയുന്നത്? പ്രാർത്ഥിക്കാൻ. പ്രിയ യേശുവേ, എനിക്ക് വേണ്ടി മരിച്ചതിലൂടെ എന്നോട് കാണിച്ച അങ്ങയുടെ മഹാസ്നേഹത്തെ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും എൻ്റെ ബന്ധങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. കഴിഞ്ഞ രാഴ്ചക്കാരന്മാരാകുന്ന ആവത്തോടെ ദൈവം നമ്മെ കാത്തു. ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയ രാഴ്ചക്കാരൻ ദൈവം നമ്മെ അത്ഭുതങ്ങൾ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്നവരെ കൂടി ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.